കൊടുക്കാൻ നമുക്ക് ചുറ്റും ആൾക്കാരും ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. കേരളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്നല്ല, ഇന്ത്യയിലെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സമൂഹം തീരുമാനമെടുക്കേണ്ട, സമൂഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇത്രയും ക്രൗഡ് ഇല്ല എങ്കിൽ പോലും ഈ ന്യൂക്ലിയർ സിസ്റ്റം അല്ലാതെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ക്രൈം റേഷ്യോ ഒക്കെ വളരെ കുറവായിരുന്നു. അത് പലരും പറയും വാർത്താ മീഡിയം ഇല്ലാത്തത് കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നുമല്ല. ഇത്തരത്തിലുള്ള ക്രൈം നടന്നാൽ അവന് സൊസൈറ്റിയിൽ നേരിടേണ്ടി വരുന്ന അപമാനം, ഒറ്റപ്പെടുത്തൽ, ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് സിവിയർ ആയിട്ട് ബാക്കിയുള്ളവർ ആക്രമിക്കും. സൈബർ ബുള്ളിങ് ഒന്നുമല്ല അവിടെ കൊടുക്കുക, അവിടെ ചുറ്റും നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തും. അതൊരു ഭീകരമായ ഒറ്റപ്പെടുത്തലാണ്. അതിൽ കൂടെയാണ് അവൻ തിരുത്തി നന്നാവുന്നത്. അവൻ നന്നായി എന്ന് പൂർണ്ണ ബോധ്യപ്പെട്ട് അവർ അക്സെപ്റ്റും ചെയ്യും. പക്ഷെ അതിന് സമയമെടുക്കും. ഒത്തിരി കാലഘട്ടം അവന് ജയിലിൽ കിടക്കുന്നതിനേക്കാൾ വലിയ പണിഷ്മെന്റ് ആണ് അത്. അത്തരത്തിലുള്ള പണിഷ്മെന്റ് ഇന്ന് വളരെ കുറവാണ്. തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, മോസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഇവറ്റകൾ വീണ്ടും ചെയ്യുന്നത്. കോടതി ബാധിച്ച അല്ലെങ്കിൽ പ്രസ്താവിച്ച ഒരു പ്രസ്താവനയുണ്ട്. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വിധി നിശ്ചയിക്കാൻ ഒക്കത്തില്ല, ഇവന്മാർ ഇനിയും നന്നാവാൻ അവസരമുണ്ട്, 40 വയസ്സേ ഇവർക്കായിട്ടുള്ളൂ എന്ന് പറഞ്ഞതാണ്. അതിലാണ് ഈ പോയിന്റ് ഞാൻ കൊണ്ടുവരുന്നത്. അവൻ ജമ്മത്ത് നന്നാവത്തില്ല. അതിന്റെ കാരണം അവന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് ആ കുറ്റം അതിന്റെ ഡെപ്ത് മനസ്സിലായിട്ടില്ല. അവൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി അവർക്ക് മനസ്സിലായിട്ടില്ല. അവരത് തിരിച്ച് പണിഷ്മെന്റ് ചെയ്യാതെ ഈ ഒരു കാര്യത്തിനെ വളരെ ഇതാക്കിക്കൊണ്ട് സൈലന്റായി ഞങ്ങൾ ഇവിടെ ഉണ്ട്, നീ വരുന്നവരെ കാത്തിരിക്കാം എന്ന രീതി തലയാട്ടി കാണിക്കുമ്പോഴും മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയെ കാത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവർ കൊടുക്കുന്ന ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെറ്റുകൾ അവർ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അതിൽ പൾസർ സുനിയുടെ അമ്മയ്ക്ക് സത്യമായിട്ട് നാട്ടുകാർ തല്ലുകയാണ് ചെയ്യേണ്ടത്. ആ സ്ത്രീയെ അമ്മാതിരി വൃത്തികെട്ട വിവരദോഷി തള്ളയാണത്. മകൻ 1-2 തെറ്റല്ലേ ഇത്, ക്രിമിനൽ ആണെന്ന് ലേബലൈസ് ആയ ചെറുക്കനാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ. അത്രത്തോളം ക്രിമിനലാണ്. മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു. അവിടെ പറ്റത്തില്ലെന്ന് അവൻ ഇറക്കി വിട്ടതാ. എന്തുകൊണ്ടാണെന്ന് ഉദ്ദേശിച്ച് നോക്കൂ. അപ്പൊ ഇത് ചെറുക്കൻ നിരന്തരമായി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ആ അമ്മ അവനെ അതിൽ നിന്ന് തിരുത്താൻ പരാജയപ്പെട്ടത് കൊണ്ടാണ് മകൻ വീണ്ടും ഇത്രയും വലിയൊരു ക്രൈം ചെയ്തത്. ആ പെൺകുട്ടി ജീവനോടെ നമുക്കിടയിൽ നിൽക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെ നമുക്ക് അവളെ കിട്ടിയത് ഭാഗ്യമാണ്. അങ്ങനെ അല്ലാതെ ആ പെൺകുട്ടി മരിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. അവർ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത് നടക്കുന്ന ഒരു പ്രത്യേകതരം ജന്തുവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയെന്നേ ഉള്ളൂ. ഇത് പഴയ ഒരു വീഡിയോ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡിന് ഡിഫറൻസ് ഒന്നും ആയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ആ അമ്മയും മകനും കൂടെ വന്ന് ഭർത്താവിനെ പറഞ്ഞു വിടുന്ന ഒരു രീതി. സോ വെയിറ്റ് ചെയ്യും, നല്ല കാര്യമാണ്. നാളെ നിനക്കും ഇതൊക്കെ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സൊസൈറ്റിയാണ് ഇതിനൊക്കെ ഇടപെടേണ്ടത്. ഈ 6 പേരുടെ കുടുംബവും ഒക്കെ നല്ല തീരുമാനമെടുത്ത് ഇവറ്റകളെ 7 അയലത്ത് അടുപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതും ഒരു പണിഷ്മെന്റ് ആണ്. അത് കോടതിക്കല്ല, നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത്തരം ചെയ്തലുകൾ ചെയ്താലേ മറ്റുള്ളവർ ഭയപ്പെടുകയുള്ളൂ. കേസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെ ഇത്തരത്തിലുള്ള വൾഗാരിറ്റിയിൽ നിന്ന് ആളുകളെ മാറ്റി ചിന്തിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.